ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സെബിൻ. ഹിൽടോപ്പ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബീഫിൻ്റെ ഒരു കിടിലൻ പ്രിപ്പറേഷനായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ബീഫ് പെപ്പർ റോസ്റ്റ്. അപ്പം ആർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇങ്ങനത്തെയുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതിനായിട്ട് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ബീഫ്. ആ ബീഫിലോട്ട് കുറച്ച് സവോള നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ഇടുന്നതാണ് നല്ലത്. ചെറിയുള്ളി പൊളിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാനിപ്പോൾ എടുക്കുന്നില്ല. പിന്നെ കുറച്ച് ഇഞ്ചി, ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് തക്കാളി. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം കുറച്ച് ഗരം മസാല 1 ടീസ്പൂൺ കേട്ടോ, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇട്ടിരിക്കുന്ന 1 കിലോ ബീഫിനുള്ളതാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഇത്ര ഇട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് അടുപ്പത്തോട്ട് കയറ്റാം. അപ്പോൾ നമ്മുടെ ബീഫ് അടുപ്പത്തോട്ടൊന്ന് കയറ്റിയേക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ബീഫ് വേവാനായിട്ട് നമുക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി ഇത് നന്നായിട്ട് വെന്തോളൂ കേട്ടോ. അപ്പോൾ ബീഫ് നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ആ ബീഫിനകത്ത് വെള്ളമൊക്കെ ഇറങ്ങി കണ്ടോ, ചെറിയ രീതിയിലൊന്ന് ചാറ് പോലെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് വാങ്ങി വെച്ച് മസാല അടിക്കാം. മസാല അടിക്കാനായിട്ട് നമുക്ക് പാൻ വെച്ച് കൊടുക്കാം. പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കടുകൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ചെറിയുള്ളി ആണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ചെറിയുള്ളി പൊളിച്ചെടുക്കാനുള്ള, ഇതിപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു വീഡിയോ ആണ്, അതുകൊണ്ട് ചെറിയുള്ളി പൊളിച്ചെടുക്കാനുള്ള ടൈം കിട്ടിയില്ല. അതുകൊണ്ടാണ് സവോള ഇടുന്നത് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നല്ല ഒരു ഗോൾഡൻ കളറിൽ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൽ ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കരിഞ്ഞു പോകരുത്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഈ ബീഫിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. റോസ്റ്റ് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. വീണ്ടും അടുപ്പത്ത് വെച്ച് നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഒരുപാട് ഗ്രേവിയൊന്നുമില്ല. ഇതൊന്നുകൂടെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല രീതിയിൽ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേറ്റ് ചെയ്ത് ഒന്ന് കഴിച്ച് നോക്കാം. ഇത് നമുക്ക് ഈ പ്ലേറ്റിലോട്ട് മാറ്റാം. ഉണ്ടോ, നമ്മുടെ ആ ഒരു വാഴയിലോട്ട് അത് ഇടുമ്പോൾ എന്നെ രസമുണ്ട് കാണാൻ. അപ്പോൾ നമ്മുടെ ബീഫ് പെപ്പർ റോസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടു നോക്കി. എന്നിട്ട് നിങ്ങൾ തന്നെ ഒരു അഭിപ്രായം ഇപ്പം തന്നെ കമൻറ്റ് ചെയ്തോ കേട്ടോ. നിങ്ങളിപ്പോൾ തന്നെ മറക്കാതെ ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്തോ.
അപ്പോൾ ഇതാണ് നമ്മുടെ ബീഫ് പെപ്പർ റോസ്റ്റ് കേട്ടോ. കഴിച്ച് നോക്കട്ടെ നമുക്ക്. പിന്നെ കഴിക്കാൻ ഞാൻ തന്നെ ഉള്ളൂ. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം അരെ വാ. ഉഷാർ സാധനമാണ് കേട്ടോ. ഇതിന് എന്താ പറയുക, ഞാനായിട്ട് ഒരുപാട് വർണ്ണിച്ച് കുളവാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിച്ചു തന്നത്. അപ്പോൾ നമ്മുടെ ബീഫ് പെപ്പർ റോസ്റ്റ് തയ്യാറാക്കി നോക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അഡീഷണലായിട്ട് ഇടാനുള്ള ഒരു ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ ഇടാൻ കിട്ടും. ഇപ്പം സബോള മാറ്റി ചെറിയുള്ളി ഇടുക, അപ്പം കുറച്ചും കൂടെ ടേസ്റ്റ് വരും. അങ്ങനെ ഓരോ സാധനങ്ങൾ നമ്മുടേതായിട്ടുള്ളൊരു ഐഡിയയ്ക്ക് ചെയ്യാം. അപ്പം വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ അതൊന്ന് കഴിക്കാം കേട്ടോ. സാധനം അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. സാധനം കിഡിലിനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു മടിയും കൂടാതെ താഴെ കമൻറ്റ് ആയിട്ട് ഇടുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെന്തായിരുന്നു ബെൽ ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഇതിലും മനോഹരമായിട്ടുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും പീസ്.